ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂ ഫ്ലവറിംഗ് പ്ലാന്റ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ ആരവല്ലി ഹിൽസ് നിയർ ജയ്പൂർ. അതായത് രാജസ്ഥാനിലെ ജയ്പൂരിൽ പുതിയൊരു ഫ്ലവറിംഗ് പ്ലാന്റ് സ്പീഷീസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ വളരെ റിച്ച് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിനെയാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ദ വാർ ഓൺ ഗാസ എക്സ്പോസിംഗ് ഇസ്രായേൽസ് ഹിഡൻ അംബിഷൻ. അതായത് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ വളരെയധികം രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1948 തൊട്ട് ഈ ഒരു ഇഷ്യൂ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇരു രാജ്യങ്ങൾക്കും അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇതേവരെ സാധിച്ചിട്ടില്ല. അതിന്റെ കാര്യകാരണങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്ത്യസ് അൺഈസി ബാലൻസിംഗ് ആക്ട് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. അതായത് ബേ ഓഫ് ബംഗാൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്കോണമിക് എൻഗേജ്മെന്റ്സ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ ട്രേഡ് വോളിയൂംസും ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ റീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമുക്കുള്ളത്. പക്ഷേ ഈ റീസെന്റ് ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പോർട്ട് അസസ് ചെയ്യാനുള്ള ട്രാൻസ് ഷിപ്മെന്റ് ഫെസിലിറ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഇംപ്ലിക്കേഷൻസ് ഇന്ത്യക്ക് ഉണ്ടാക്കും, ആ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഇംപ്ലിക്കേഷൻസ് ആണ് ഇന്ത്യക്ക് ആ ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, സെർവിങ് ജസ്റ്റിസ് ബട്ട് നോട്ട് ജസ്റ്റിസ്. അതായത് ജസ്റ്റിസ് വർമ്മയുടെ റെസിഡൻസിൽ നിന്നും ഒരുപാട് പണച്ചാക്കുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. പക്ഷെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നീട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റിൽ അതൊരു സസ്പീഷ്യസ് ലെവലായിട്ട് നിൽക്കുകയാണ്. സോ ജഡ്ജസിന്റെ മിസ്കണ്ടക്ട് പരിശോധിക്കുമ്പോൾ എത്രത്തോളം ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, അനലൈസിങ് ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് ഇൻ ഇന്ത്യ. അതായത് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് മോഡുലാർ സർവേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇന്റർനെറ്റ് വളരെയധികം വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ സോഷ്യൽ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിക്കും ഇടയിൽ വളരെയധികം ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡിജിറ്റൽ എംപവർമെന്റ് എത്രത്തോളമാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഷിപ്കില പാസ്. അതായത് ഷിപ്കില പാസിലൂടെയുള്ള ട്രേഡ് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് ഹിമാചൽ പ്രദേശ് സർക്കാർ അത് റീഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇന്ത്യ ചൈന ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് ഈ പറഞ്ഞ ഷിപ്കില പാസിലൂടെയാണ്. സോ ആ ഒരു പാസ് എത്രത്തോളമാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും റെലവൻറ്റ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരുന്നു നമ്മളത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ്, when can the US president deploy military on the US soil? അതായത് US പ്രസിഡന്റ് അവരുടെ സെക്യൂരിറ്റി ഗാർഡിനെ ഫെഡറലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ അവർ ലോസ് ഏഞ്ചലസിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏതൊക്കെ സിറ്റുവേഷനിലാണ്, ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് അതിന്റെ അണ്ടറിൽ വരുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, വാട്ട് ആർ ദ ആംബിഗ്വിറ്റീസ് ഇൻ ഇന്ത്യസ് ന്യൂക്ലിയർ ലയബിലിറ്റി ലോ. അതായത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ലയബിലിറ്റി ലോയുടെ പ്രൊവിഷൻസും അതിനകത്ത് എത്രത്തോളം ലൂപ്പ് ഹോൾസ് ഉണ്ട്, എത്രത്തോളം ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ലൂപ്പ് ഹോൾസ് പരിഹരിച്ച് ഇന്ത്യ മുന്നോട്ടൊരു ഫ്രെയിം വർക്ക് വെക്കണം എന്നുള്ളതാണ് ആ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഇനി ഓരോ ആർട്ടിക്കിൾസും നമുക്ക് വളരെ വിശദകരമായിട്ട് നോക്കിപ്പോകാം. ഫസ്റ്റ് വൺ, ന്യൂ ഫ്ലവറിംഗ് പ്ലാന്റ് സ്പീഷീസ് ഡിസ്കവേർഡ് ഇൻ ആരവല്ലി ഹിൽസ് നിയർ ജയ്പൂർ. അതായത് ആരവല്ലി രാജസ്ഥാനിലെ ജയ്പൂരിൽ ഒരു പുതിയ ഫ്ലവറിംഗ് സ്പീഷീസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ്. അതൊരു എൻഡമിക് ആയിട്ടൊരു സ്പീഷീസ് ആണ്. ഇത് ഇന്ത്യയുടെ വളരെ റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി, ഒരേ സമയം തന്നെ റിച്ചും ആണ്, അതേസമയം തന്നെ ഇന്ത്യയുടെ വൾണറബിൾ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിനെയുമാണ് ഇവിടെ കാണിക്കുന്നത്. IUCN ഇതിനെ ഡേറ്റ ഡെഫിഷ്യൻ കാറ്റഗറിയിലാണ് പെടുത്തിയേക്കുന്നത്. കാരണം അതിന്റെ ലിമിറ്റഡ് റേഞ്ച് കാരണമാണ്. ഇന്ത്യയിലല്ലാണ്ട് വേറെ ഈ ഒരു ഫ്ലവറിംഗ് സ്പീഷീസിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. സോ ഒരു ലിമിറ്റഡ് റേഞ്ച് കാരണമാണ് നമ്മൾ അതിനെ ഡേറ്റ ഡെഫിഷ്യൻ കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഹാബിറ്ററ്റ് ഡീഗ്രഡേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ എത്രത്തോളം ഈ ഒരു ഫ്ലവറിംഗ് സ്പീഷീസിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ഇനിയും റിസർച്ച് നടത്തേണ്ട കാര്യമാണ്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു സ്പീഷീസിന്റെ പേരെന്ന് പറയുന്ന പോർട്ടുലുക്ക ഭാരത് എന്നാണ്. ഒരു പുതിയ എൻഡമിക് സ്പീഷീസ് ആണ്. ആരവല്ലി ഹിൽസ് രാജസ്ഥാനിലാണ് നമ്മളിത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. എൻഡമിക് മീൻസ് ആ ഒരു റീജിയനിൽ മാത്രമാണ് ഇതിനെ നമുക്ക് കാണപ്പെടുന്നത്. സോ ആരവല്ലിയുടെ ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി, അതായത് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ബയോഡൈവേഴ്സിറ്റി സൈഡാണ് നമുക്ക് ഈ ഒരു ഫ്ലവറിംഗ് സ്പീഷീസിന്റെ കണ്ടുപിടുത്തത്തിലൂടെ മനസ്സിലാകുന്നത്. ദെൻ IUCN ഡേറ്റ ഡെഫിഷ്യൻ സ്റ്റാറ്റസ്. എന്താണ് ഈ പറയുന്നത് ഡേറ്റ ഡെഫിഷ്യൻ സ്റ്റാറ്റസ്? ഇതിന്റെ അർത്ഥം നമുക്ക് ആ ഒരു സ്പീഷീസിന്റെ എക്സ്റ്റൻഷൻ റിസ്ക് മനസ്സിലാക്കാനുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു സ്പീഷീസ് സേഫ് ആണെന്നല്ല, പക്ഷെ അതിന്റെ റിസ്ക് അനലൈസ് ചെയ്യാൻ മാത്രമുള്ള ഡേറ്റയൊന്നും നമ്മുടെ കയ്യിലില്ല.
സോ കുറേ അധികം റിസർച്ചും മോണിറ്ററിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു സ്പീഷീസിന്റെ പേരിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് IUCNന്റെ ഡേറ്റ ഡെഫിഷ്യൻ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ആരവല്ലിയുടെ ലാൻഡ്സ്കേപ്പ്. വളരെ റിച്ച് ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റത്തെയാണ് ഈ പറയുന്ന ആരവല്ലി കാണിക്കാറുള്ളത്. ഇന്ത്യയുടെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ച് ആണ് ഈ പറയുന്ന ആരവല്ലി. അതേണക്ക് തന്നെ റിച്ച് ബയോഡൈവേഴ്സിറ്റീനെ ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെസർട്ടിഫിക്കേഷനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരവല്ലി ഇനി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന 3 ഇഷ്യൂസ് എന്ന് പറയുന്നത് മൈനിങ്, ദെൻ അർബനൈസേഷൻ, ഹാബിറ്റാറ്റ് ലോസ്. ഇത് മൂന്നും ആരവല്ലിന്റെ ആ ഒരു ഹാബിറ്റാറ്റിനെ തന്നെ മൊത്തത്തിൽ തന്നെ ആ ഒരു എക്കോസിസ്റ്റത്തെ മൊത്തത്തിൽ തന്നെ വളരെയധികം ത്രെറ്റൻ ചെയ്യുന്നുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ GS3ലും GS2ലും GS1ലും ഒക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, റോൾ ഓഫ് ഫീൽഡ് റിസർച്ച്, impact of climate change on endemic species, Aravalli range ecological significance and vulnerability, policy measures for conserving endangered species and their habitats തുടങ്ങിയ ഈ ഒരു തീമുകളിലൊക്കെ ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദ വാർ ഓൺ ഗാസ എക്സ്പോസിംഗ് ഇസ്രായേൽസ് ഹിഡൻ അംബിഷൻ. 1948 തൊട്ടേ ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ വളരെയധികം രൂക്ഷമായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇരു രാജ്യങ്ങൾക്കും ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. സോ അതിൻ്റെ കാര്യകാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്നത്. സോ ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇസ്രായേലിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്തനിക് ക്ലെൻസിങ് ആൻഡ് പെർമനന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പലസ്തീൻസ്. അവരുടെ 1948 തൊട്ടേ ഉള്ള അവരുടെ ആ ഒരു പോളിസി തന്നെയാണ് സ്റ്റിൽ അവർ നിൽക്കുന്നത്. അതായത് എത്തനിക് ക്ലെൻസിങ് അവർക്ക് ആവശ്യമാണ്, പലസ്തീൻസിനെ പെർമനന്റ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളതുമാണ് അവരുടെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. സോ ഇസ്രായേൽ ഇത് പറയുന്നത് അവരുടെ സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ടാണ് അവർ ന്യായീകരിക്കുന്നത്. ആൻഡ് ദെൻ ഇന്റൻഷണൽ ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ്, അതായത് ഫോഴ്സ്ഫുള്ളി പലസ്തീനൻസിനെ ഈ പറയുന്ന രീതിയിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ജൂയിഷ് മെജോറിറ്റിയിലേക്ക് ഇസ്രായേൽ മാറും. അതൊരു ഡെമോഗ്രാഫിക് എഞ്ചിനീയറിങ്ങിനെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് ഈ പറയുന്ന ഇന്റർനാഷണൽ ലോസിനായാലും അതേ കണക്കിന് ഹ്യൂമൻ റൈറ്റ്സിന് വയലേഷൻ ആയിരിക്കും അവിടെ മൊത്തത്തിൽ സംഭവിക്കുക. ആൻഡ് ദെൻ കൺട്രോൾ ഡിസ്ട്രക്ഷൻ ആൻഡ് സിസ്റ്റമിക് എറൈസർ, അതായത് ഈ രണ്ട് രാജ്യങ്ങളും ഈ പറയുന്ന രീതിയിൽ ഒരു വാർ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം നശിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ലാൻഡ്സ് തുടങ്ങിയവയൊക്കെ വളരെ മോശം സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ ഗാസ എന്ന് പറയുന്നത് ഒരു അൺഇൻഹാബിറ്റബിൾ ലാൻഡ്സ്കേപ്പ് ആയിട്ട് മാറും. ആർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് ഗാസ മാറുന്നൊരവസ്ഥ ഉണ്ടാകും. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നഗ്ബ. നഗ്ബ എന്ന് 1948 പലസ്തീൻസിന്റെ മാസ് എക്സ്പൾഷനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് 70 lakh പലസ്തീൻസിന് അന്ന് 1948 അവർക്ക് അവരുടെ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഇൻസിഡന്റ് ആണ് ഇസ്രായേലിന്റെ ക്രിയേഷനിലേക്കും ഒക്കെ വഴിതെളിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അതൊരു ലാർജ് ആയിട്ടുള്ള പലസ്തീൻ്റെ റെഫ്യൂജി പോപ്പുലേഷനാണ് ലോകമെമ്പാടും കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഡെമോഗ്രാഫിക് ട്രാൻസ്ഫർ പോളിസി, അതായത് ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഓൺഗോയിങ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഒരു റീജിയന്റെ പോപ്പുലേഷൻ കോമ്പോസിഷനെ ചേഞ്ച് ചെയ്യിക്കുക, ഫോഴ്സ്ഫുള്ളി തന്നെ ആ ഒരു പോപ്പുലേഷൻ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യിക്കുന്നതിനാണ് നമ്മൾ ഡെമോഗ്രാഫിക് ട്രാൻസ്ഫർ പോളിസി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ പറഞ്ഞ പലസ്തീൻസിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പല ടൈപ്പിലും ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് എവിക്ഷൻസോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് എക്സ്പാൻഷൻ എന്ന രീതിയിലൊക്കെ ഈ പറയുന്ന ഡെമോഗ്രാഫിക് ട്രാൻസ്ഫർ പോളിസി ലോകത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദെൻ ഗാസ ക്രൈസിസ്. ഗാസ ക്രൈസിസ് എന്ന് പറയുന്നത് വളരെയധികം സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്റ്റേറ്റിലൂടെയാണ് ഗാസ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോംസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരെ നശിച്ച് പോകുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെ വളരെയധികം ഈ ഒരു യുദ്ധം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ തന്നെ ഡാമേജ് സ്റ്റേറ്റിലാണ്. അതേപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും ഇവിടെ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം ഹ്യൂമൻ റൈറ്റ്സിനെ വളരെയധികം ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻ, വേൾഡ് ഹിസ്റ്ററി, എത്തിക്സ് തുടങ്ങിയ തീമുകളിലൊക്കെ ഈ പറഞ്ഞ ടോപ്പിക്ക് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്, വയലേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ, റോൾ ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹിസ്റ്റോറിക്കൽ റൂട്ട് ഓഫ് ദ കോൺഫ്ലിക്റ്റ്, പോളിസി ഓഫ് എത്തനിക് ക്ലെൻസിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ട്രാൻസ്ഫർ, മോറൽ ആൻഡ് എത്തനിക് ഡയമെൻഷൻസ്, ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, ഇത്രയും ടോപ്പിക്കലിൽ ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ആൻഡ് നെക്സ്റ്റ് വൺ ഇന്ത്യസ് അൺഈസി ബാലൻസിങ് ആക്ട് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. അതായത് ബേ ഓഫ് ബംഗാൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്കോണമിക് എൻഗേജ്മെന്റ്സ് നടത്തുക. ഈസ്റ്റേൺ പോർട്ട് അതായത് ഹൽദിയ, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, പാരദ്വീപ് തുടങ്ങിയ പോർട്ടുകളിൽ നിന്നും നമ്മുടെ ട്രേഡ് വോളിയം എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതലാണ്. പക്ഷേ ഈ റീസെന്റ് ഈ പറയുന്ന ബംഗ്ലാദേശിന് ഇന്ത്യൻ പോർട്ട് അക്സസ് ചെയ്യാനുള്ള ട്രാൻസ് ഷിപ്മെന്റ് ഫെസിലിറ്റി ഇന്ത്യ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എത്രത്തോളം ആ ഒരു എൻ്റെ റീജിയനെ ബാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ പോളിസി ഷിഫ്റ്റ് ആണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇത് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ് ഉണ്ടാക്കും. അതേ കണക്ക് തന്നെ എക്കോണമിക് ഫെസിലിറ്റേഷനേക്കാൾ ഉപരി ഒരു സ്ട്രാറ്റജിക് പൊസിഷനിലാണ് ഇന്ത്യ ഇന്നിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദെൻ ബിംസ്റ്റെക് പൊട്ടൻഷ്യൽ ആൻഡ് ക്രെഡിബിലിറ്റി. സോ ഇങ്ങനെ ഈ പറയുന്ന പോർട്ട് കപ്പാസിറ്റി എഗ്രിമെന്റ്സിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്മാറുമ്പോൾ അത് ആ ഒരു ബിംസ്റ്റെക് എന്ന എൻറ്റയർ ആ ഒരു ഓർഗനൈസേഷന്റെ ട്രസ്റ്റും അതേ കണക്ക് തന്നെ റീജിയണൽ കോപ്പറേഷനെയും ഒക്കെ ഇത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ റീജിയണൽ ഇംപ്ലിക്കേഷൻസും വളരെയധികം കൂടുതലാണ്. കാരണം ഇതിന് ചുറ്റുമുള്ള നൈബറിംഗ് കൺട്രീസിലും ഇതൊരു ടെൻഷൻസും അൺസർട്ടനിറ്റിയും റേസ് ചെയ്യും. അതേകണക്ക് തന്നെ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ നൈബറിംഗ് കൺട്രീസിനും പല പല തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അങ്ങനെയാകുമ്പോൾ ഈ ബിംസ്റ്റെക് എന്നുള്ളത് ഒരു സ്റ്റെബിലൈസിങ് ആക്ടറിൽ നിന്ന് അൺസ്റ്റെബിലൈസിങ് രീതിയിലേക്ക് മാറുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാകും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിംസ്റ്റെക് എഗ്രിമെന്റ് ഈസ് പോർട്ട് ആൻഡ് കസ്റ്റംസ് പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. ബിംസ്റ്റെക് നേഷൻസ് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റ് ആയിരുന്നു. അതായത് പോർട്ട് ആൻഡ് കസ്റ്റംസ് പ്രോസസ്സ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുക. ഈ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ പോർട്ട് ആൻഡ് കസ്റ്റംസ് കുറച്ചും കൂടെ ഈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന എഗ്രിമെന്റ് ടു ഈസ് പോർട്ട് ആൻഡ് കസ്റ്റം പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീജിയണൽ ട്രേഡും കണക്ടിവിറ്റിയും വളരെയധികം ബൂസ്റ്റ് ചെയ്യുക. അതേനൊക്കെ തന്നെ ഡിലേസ് ഒഴിവാക്കുക, എക്കോണമിക് ഇന്റഗ്രേഷൻ വളരെയധികം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിംസ്റ്റെക്കിന്റെ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ദെൻ വിഡ്രോവൽ ഓഫ് ട്രാൻസ് ഷിപ്മെന്റ് ഫെസിലിറ്റി ഫോർ ബംഗ്ലാദേശ്. ഇതൊരു പോളിസി റിവേഴ്സൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യൻ പോർട്ടിൽ അക്സസ് ചെയ്യാനുള്ള ബംഗ്ലാദേശിന്റെ ആ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഫെസിലിറ്റിയാണ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇന്ത്യ വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട് അക്സസ് ചെയ്യാനുള്ള ബംഗ്ലാദേശിന്റെ ആ ഒരു കാര്യം വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ്, അതേനേക്കാൾ റീജിയണൽ ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനെ വളരെയധികം ഗുരുതരമായ രീതിയിൽ ബാധിക്കും. ദെൻ ഇന്ത്യസ് ഗ്രോയിങ് പോർട്ട് കപ്പാസിറ്റി അണ്ടർ സാഗർമാല ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രേറ്റർ കണക്ടിവിറ്റി. സാഗർമാല പ്രോജക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇന്ത്യൻ പോർട്ടിനെ കുറെ കൂടി മോഡേണൈസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ സാഗർമാല പ്രോജക്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കാർഗോ ഹാൻഡ്ലിംഗ് എഫിഷ്യൻസിയും വളരെയധികം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. റീജിയണൽ ആൻഡ് ഗ്ലോബൽ കണക്ടിവിറ്റി വളരെയധികം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന സാഗർമാല പ്രോജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം India's diplomatic leverage, policy reversal affecting its credibility, growing competition with China in South Asia, India-Bangladesh tensions, growing uncertainty for neighbors, policy decision influenced by politics instead of pure economics, role of port infrastructure, Sagarmala, BIMSTEC, growing importance of connectivity for regional growth. ഇത്രയും ടോപ്പിക്കിൽ ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ന്യൂസ്, സെർവിങ് ജസ്റ്റിസസ് ബട്ട് നോട്ട് ജസ്റ്റിസ്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ജസ്റ്റിസ് വർമ്മയുടെ റെസിഡൻസിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ട്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അന്വേഷണം പിന്നീട് എവിടെ എത്തി എന്നുള്ളത് ആർക്കും അറിവില്ലാത്ത കാര്യമാണ്. ഇപ്പോഴും പല റിപ്പോർട്ടുകളും സസ്പീഷ്യസ്ലി അവർ ഹിഡൻ ചെയ്തിട്ടുണ്ട്. സോ ജഡ്ജസിന്റെ മിസ്കണ്ടക്ട് നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പെറന്റ് ആൻഡ് അക്കൗണ്ടബിൾ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ മൊത്തം പറയുന്നത്. സോ അലിഗേഷൻ അഗെയിൻസ്റ്റ് ജഡ്ജസ് ആൻഡ് ഇൻ ഹൗസ് പ്രൊസീജിങ്സ്. സോ ജഡ്ജസിന്റെ മിസ്കണ്ടക്ട് പരിശോധിക്കുമ്പോൾ ഇൻ ഹൗസ് പ്രൊസീജിയറിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി എന്താണ്, എത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിരിക്കണം നമ്മുടെ സിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ കാണുന്നത്. ആൻഡ് എവിഡൻസ് സപ്രഷൻ ആൻഡ് സീക്രസി, വളരെ കീ ഡോക്യുമെന്റ് ആയിട്ടുള്ള പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്, അതേപോലെ എൻക്വയറി പാനലിന്റെ ഫൈനൽ റിപ്പോർട്ട് തുടങ്ങിയവയൊക്കെ ഇപ്പോഴും ഹിഡൻ ആയിട്ടാണ് മുന്നോട്ട് പോണത്. സോ ഇതൊരു സസ്പീഷ്യസ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട്. ദെൻ പബ്ലിക് റൈറ്റ് ടു നോ, കാരണം ജുഡീഷ്യറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പബ്ലിക്കിന് അറിയാനുള്ള എല്ലാ ആവശ്യവുമുണ്ട്. അത് പലപ്പോഴും സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും ഇവൻ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പോലും ഇപ്പോഴും ഹിഡൻ സ്റ്റേറ്റിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അന്വേഷണം എവിടെ എത്തി എന്നുള്ളത് പോലും നമുക്ക് ആർക്കും ഇന്നും അറിവില്ലാത്ത കാര്യമാണ്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇൻ ഹൗസ് പ്രൊസീജിയർ ജഡ്ജസ് മിസ്കണ്ടക്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ജഡ്ജസിനെതിരെയുള്ള
കംപ്ലയിൻസ് ഇന്റേണലി പ്രോസസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഇൻഹൗസ് പ്രൊസീജിയർ എന്ന് പറയുക. 3 ജഡ്ജ് കമ്മിറ്റി ആയിരിക്കും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും ഇത് റിപ്പോർട്ടായിട്ട് കൊടുക്കുക. ഇത് പലപ്പോഴും ഇന്റേണൽ ആക്ഷനോ അല്ലെങ്കിൽ തന്നെ റിമൂവൽ റെക്കമെൻഡേഷനോ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഇത് എത്തിക്കാറുണ്ട്. ദെൻ അലിഗേഷൻസ് അഗൈൻസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് അതർ ജഡ്ജസ്. പലപ്പോഴും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ തന്നെ അലിഗേഷൻസ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ അത്രത്തോളം ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും സ്റ്റിൽ നമുക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഈ പറയുന്ന ജുഡീഷ്യറിയുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സെക്ഷൽ ഹറാസ്മെന്റ്, കറപ്ഷൻ തുടങ്ങിയ വലിയ വലിയ ഇഷ്യൂസ് പലപ്പോഴും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ 2019 കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതേണക്ക് തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ദീപക് മിശ്രക്കെതിരും റിവോൾട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കോൺട്രവേഴ്സി വളരെയധികം റൈസ് ചെയ്യും. അതേണക്ക് തന്നെ ജുഡീഷ്യറിയുടെ മേളിലുള്ള പബ്ലിക്കിന്റെ മിസ്ട്രസ്റ്റിനെയും ആയിരിക്കും അവിടെ കാണിക്കുക. ദെൻ സുപ്രീം കോർട്ട് സിറ്റിസൺസ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 19(1)(a) ഭാഗമായിട്ട് വരുന്ന ഒന്നാണെന്ന് സുപ്രീം കോർട്ട് പല ആവർത്തി പറഞ്ഞിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സിറ്റിസൺസിന് ഇൻഫർമേഷനും അതേണക്ക് തന്നെ അവരുടെ വ്യൂസ് ഫ്രീലി എക്സ്പ്രസ് ചെയ്യാനുള്ള അധികാരം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഉണ്ട്. ഇത് നമ്മുടെ ട്രാൻസ്പെറൻസിനെയും അക്കൗണ്ടബിലിറ്റിനെയും പബ്ലിക്കിന്റെ മേലുള്ള ട്രാൻസ്പെറൻസിനെയും അക്കൗണ്ടബിലിറ്റിയും ഈ പറഞ്ഞ ജുഡീഷ്യറിയും ചെയ്യുമ്പോൾ അതേണക്ക് തന്നെ പബ്ലിക്കിനും അവിടെ റോൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഇന്ത്യൻ പൊളിറ്റി, അക്കൗണ്ടബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രാൻസ്പെറൻസി ആൻഡ് ഗവേണൻസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു എഡിറ്റോറിയൽ വളരെയധികം ഫലപ്രദമാണ്. നെക്സ്റ്റ് വൺ, അനലൈസിംഗ് ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് ഡിജിറ്റൽ സ്കിൽസ് ഇൻ ഇന്ത്യ. അതായത് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ആനുവൽ മോഡുലാർ സർവേ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് വൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് യൂസേജ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും പല സോഷ്യൽ കമ്മ്യൂണിറ്റിക്കിടയിലും അതിൽ ഡിഫറൻസ് കാണാനും സാധിക്കുന്നുണ്ട്. ഒരു ഡിസ്പാരിറ്റി നമുക്ക് ഈ പറയുന്ന ഇന്റർനെറ്റ് യൂസേജിൽ ഇന്ത്യയിൽ ഉടനീളം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഡിജിറ്റൽ ഡിവൈഡ് ബൈ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് ലൊക്കേഷൻ. ഈ ഒരു റിപ്പോർട്ട് ഈ പറഞ്ഞ ഇത്രയും ഡിസ്പാരിറ്റി നമുക്ക് കാണിക്കുന്നുണ്ട്. അതായത് SC, ST, OBC, വുമൺ, ലോ ഇൻകം ഗ്രൂപ്പ്സിന് ഇടയിലുള്ള ഡിജിറ്റൽ യൂസേജിനെ കുറിച്ചും ഈ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 76.3% ഹൗസ് ഹോൾഡാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ 94.2% ആൾക്കാർക്ക് ഫോൺ കണക്ഷൻ ഉണ്ട്. ബട്ട് 40.4% ആൾക്കാർ ഇപ്പോഴും ഓൾഡർ നെറ്റ്വർക്കുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവരാരും തന്നെ 4Gയിലേക്കോ 5Gയിലേക്കോ ഒന്നും പോയിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് മെൻസിൻ്റെ ഈ പറയുന്ന ഫോൺ യൂസേജ് വെച്ച് നോക്കുമ്പോൾ വുമൻസിൻ്റെ ഫോൺ യൂസേജ് വളരെയധികം കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻസ്. അതായത് വെറും 40% താഴെ ആൾക്കാർക്ക് മാത്രമേ ഈ പറഞ്ഞ ഓൺലൈൻ ടാസ്കുകളായ ഓൺലൈൻ ബാങ്കിങ് ആയാലും ഒന്ന് മെയിൽ അയക്കാനോ ഒക്കെ മറ്റുമുള്ള അറിവുള്ളത് വെറും 40% താഴെയുള്ള ഇന്ത്യൻ പോപ്പുലേഷനാണ്. സോ ഇത് നമുക്ക് കാണിക്കുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡിജിറ്റൽ എംപവർമെന്റ് ഇന്ത്യക്ക് എത്രത്തോളം ആവശ്യമുണ്ട് എന്നതാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നോക്കാം. കോംപ്രിഹെൻസീവ് ആനുവൽ മോഡുലാർ സർവേ 2022-23 ഇത് റിലീസ് ചെയ്തേക്കുന്നത് NSSO ആണ്. ഇത് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത് എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ സ്കിൽസ്, അസസ് തുടങ്ങിയ 3 ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ത്യയുടെ റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷനെ മൊത്തത്തിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. 2022 ജൂലൈ ടു 2023 ജൂൺ വരെയുള്ള കാലയളവിലുള്ള ഇന്റർനെറ്റ് യൂസേജ് ആണ് നമ്മളിതിൽ അസസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ഇൻഡിക്കേറ്റേഴ്സ് ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 4th ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 78.4% യൂത്ത് ആൾക്കാർക്ക് 78.4% യൂത്തിന് മാത്രമാണ് ഇപ്പോഴും ഓൺലൈൻ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അറിയാവുന്നേ. അതേപോലെ തന്നെ 26.8% ആൾക്കാർക്ക് ഇമെയിൽ, ഓൺലൈൻ ബാങ്കിങ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള അറിവ് ഉണ്ടായിട്ടുള്ളൂ. ഈ പറഞ്ഞ ഡിജിറ്റൽ സ്കിൽസ് എന്നുള്ളത് SDG 4 അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4th ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ വരുന്ന ഒന്നാണ്. ദെൻ ഗ്യാപ്പ് ഇൻ ഡിജിറ്റൽ അസസ്. കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ, ലൊക്കേഷൻ എന്ന രീതിയിൽ ഇന്നും ഡിജിറ്റൽ സ്കിൽസിൽ പോലും ഇന്ത്യയിൽ ഈ പറയുന്ന ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അർബൻ യൂത്തിന്റെ കേസിലാണെങ്കിൽ 91.8% ആണ് നമ്മുടെ ഇന്റർനെറ്റ് യൂസേജ് എങ്കിൽ റൂറൽ അത് 82.1% ആണ്. മൊബൈൽ അസസ് അർബൻ റീജിയനിൽ 97% ആണ്. അതേസമയം റൂറലിലും 95.7% ഉണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ
കാസ്റ്റ്, ജെൻഡർ, ലൊക്കേഷൻ ഈ പറയുന്ന തുടങ്ങിയ കാര്യങ്ങളുടെ ഡിസ്പാരിറ്റിയും ഒക്കെയാണ് കാണിക്കുക. സോ വളരെയധികം കോംപ്രിഹെൻസീവ് ആയിട്ടൊരു പോളിസി സ്ട്രക്ചറിങ് നമുക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ സ്കിൽസ് മേഖലയിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം ഡിജിറ്റൽ ഇൻഇക്വാളിറ്റി ആൻഡ് ഇറ്റ്സ് പോളിസി ഇംപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ എംപവർമെന്റ് ആൻഡ് സിവിക് പാർട്ടിസിപ്പേഷൻ, കാസ്റ്റ്, ജെൻഡർ, class disparities in digital access, policy measures needed to enable universal digital literacy and reduce its digital divide, impact of digital skills and connectivity on financial transaction, delivery of services and overall human development തുടങ്ങിയ ടോപ്പിക്കുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഷിപ്കില പാസ്? ഇൻഡോ ചൈന ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്ന ഒരു പാസ്സാണ് ഈ പറഞ്ഞ ഷിപ്കില പാസ്. അത് കുറേ നാളായിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഹിമാചൽ പ്രദേശ് സർക്കാർ അത് റീഓപ്പൺ ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഷിപ്കില പാസ് നമുക്ക് എത്രത്തോളം റെലവെന്റ് ആണെന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. സോ ഷിപ്കില പാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ടൂറിസം റിവൈവ് ചെയ്യുക, അതിനങ്ങനെ ക്രോസ് ബോർഡർ എക്സ്ചേഞ്ച് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുക, ലോക്കൽ ലൈവ്ലിഹുഡിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഷിപ്കില പാസ് ഓപ്പൺ ചെയ്തതിലൂടെ ഹിമാചൽ പ്രദേശ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പറഞ്ഞ ഷിപ്കില പാസിന് വളരെയധികം ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസും കൾച്ചറൽ ടൈസും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ട്രേഡ് റൂട്ടാണിത്. വളരെയധികം അൻഷ്യൻ ടൈം തൊട്ടേ ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ ട്രേഡ് നടത്തുന്നുണ്ട്. ടിബറ്റിന്റെ കാര്യമായാലും അതിനൊക്കെ ചൈനയായാലും ഒക്കെ നമുക്ക് വളരെയധികം കൾച്ചറൽ എക്സ്ചേഞ്ച് ഈ ഒരു ഷിപ്കില പാസ് ത്രൂ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഡിപ്ലോമാറ്റിക് ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി, അതായത് മാനസരോവറിലേക്കുള്ള റൂട്ട് കുറച്ചും കൂടെ ഷോർട്ടൻ ചെയ്യാൻ ഈ പറഞ്ഞ ഷിപ്കില പാസിന് സാധിക്കും. കുറെ കൂടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ക്രോസ് ബോർഡർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന റീഓപ്പണിംഗ് സാധിക്കും. അങ്ങനെ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ കുറച്ചും കൂടി ഒരു ഡിപ്ലോമാറ്റിക് ടൂളായിട്ട് ഈ പറഞ്ഞ ഷിപ്കില പാസിനെ മൊത്തത്തിൽ മാറ്റാൻ നമുക്ക് സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഷിപ്കില പാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹിമാചൽ പ്രദേശിലാണ് ഈ പറഞ്ഞ ഷിപ്കില പാസ്. മോട്ടറബിൾ ആയിട്ട് വളരെയധികം ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉള്ള ഒരു പാസ്സാണ് ഈ പറഞ്ഞ ഷിപ്കില. ഹൈ ആൾട്ടിറ്റ്യൂഡ് പാസ്സാണ്. ഇൻഡോ ചൈന ബോർഡർ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഉള്ളത്. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ടാണ് ഈ പറഞ്ഞ ഷിപ്കില പാസ് കണക്ട് ചെയ്യുന്നത്. ദെൻ ഹിസ്റ്റോറിക്കൽ ഇൻഡോ ടിബറ്റൻ ട്രേഡ് റൂട്ട് 1962 ശേഷം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1962 സമയത്ത് ക്ലോസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇൻഡോ ചൈന വാർ ആയിരുന്നു. അതിനുശേഷം പലപ്പോഴും ട്രേഡ് സസ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഒരു ട്രസ്റ്റ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, ലോക്കൽ കൾച്ചറൽ ടൈസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, അതായത് വളരെയധികം സ്ട്രോങ് ആയിട്ട് ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസ് നമുക്ക് ഈ രണ്ട് റീജിയൻസിന് ഇടയിൽ കാണാൻ സാധിക്കും. അതിനൊക്കെ തന്നെ പാസ്റ്ററൽ ലൈഫ് സ്റ്റൈലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഷീപ്പ്, യാക്സ്, അങ്ങനെയുള്ള ട്രഡീഷണൽ ഹേർഡിങ് സ്റ്റൈൽസ് ആണ് അവരുടെ ലൈവ്ലിഹുഡായിട്ട് നമ്മൾ പറയുന്നത്. അതിനൊക്കെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള കൾച്ചറൽ ലിങ്ക് ഇൻഡോ ചൈന അല്ലെങ്കിൽ ഇൻഡോ ടിബറ്റ് റീജിയൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS3 ഇത് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വെൻ ക്യാൻ ദ US പ്രസിഡന്റ് ഡിപ്ലോയ് മിലിറ്ററി ഓൺ US സോയിൽ? അതായത് US പ്രസിഡന്റ് ട്രംപ് ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ ഫെഡറലൈസ് ചെയ്യുകയും അതേപോലെ തന്നെ അവരെ ഈ പറഞ്ഞ ലോസ് ഏഞ്ചൽസിലേക്ക് സെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, പോസെ കമ്മിറ്റേഴ്സ് ആക്ട് ആൻഡ് ഇൻസറക്ഷൻ ആക്ട് USA, അതായത് സിവിലിയൻ ലോ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് മിലിറ്ററി ഡിപ്ലോയ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഈ പറഞ്ഞ പോസെ കമ്മിറ്റേഴ്സ് ആക്ട് ആൻഡ് ഇൻസറക്ഷൻ ആക്ട്. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉള്ളത് പ്രസിഡന്റ് ഓതറൈസ് ചെയ്തിട്ടാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് മിലിറ്ററിനെ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു എക്സെപ്ഷനും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ പ്രസിഡന്റ് പവർ അണ്ടർ സെക്ഷൻ 12406 ആൻഡ് ഇൻഹെറന്റ് അതോറിറ്റി. ഈ ട്രംപ് ഇതേപോലെ നാഷണൽ ഗാർഡിനെ ഫെഡറലൈസ് ചെയ്ത ആ ഒരു തീരുമാനം സ്റ്റേറ്റിന്റെ കൺസെന്റോടെ ആയിരുന്നില്ല. സോ അത് കാലിഫോർണിയ കോർട്ടിൽ ഇപ്പോഴും ചലഞ്ചബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സോ പ്രസിഡന്റ് പവർ ഈ പറഞ്ഞ സെക്ഷൻ 12406 അതൊരു ഇൻഹെറന്റ് അതോറിറ്റി ആയിട്ട് പരിഗണിക്കണോ വേണ്ടോ എന്നുള്ളത് കാലിഫോർണിയ കോർട്ടിന്റെ തീരുമാനം പോലെ മുന്നോട്ടിരിക്കും. ഇത് നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും കാണാൻ സാധിക്കും. ആർട്ടിക്കിൾ 355 ലിസ്റ്റ് ഫസ്റ്റ് ആൻഡ് 2A നമുക്ക് ഈ പറയുന്ന മിലിറ്ററി ഡിപ്ലോയ്മെന്റിനെ കുറിച്ച് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ ലോ ആൻഡ് ഓർഡർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിലിറ്ററിനെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു നോർമൽസി സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്നത് പിൻവലിക്കാനുള്ള കോണ്ടെക്സ്റ്റ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഫെഡറലിസത്തിനെയും അതേനൊക്കെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഇന്റർവെൻഷൻ എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോസെ കമ്മിറ്റേഴ്സ് ആക്ട് 1878 വന്നിട്ടുള്ളത്. അതായത്
സിവിലിയൻസിനെ പോലീസിങ് ചെയ്യാനായിട്ട് മിലിറ്ററിക്കുള്ള ആ ഒരു അതോറിറ്റീനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോസെ കൊമിറ്റേറ്റേഴ്സ് ആക്ട് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിവിൽ വാർ അബ്യൂസിൻ്റെയൊക്കെ ടൈമിലായിരുന്നു ഇത് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അലോ ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ ഈ ഒരു ആക്ട് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിപ്പോഴും ചലഞ്ചബിൾ ആയിട്ട് US കോർട്ടിന് മുന്നിൽ ഉള്ളൊരു വിഷയമാണ്. ദെൻ ഇൻസറക്ഷൻ ആക്ട് ആൻഡ് സെക്ഷൻ 12406, അതായത് മിലിറ്ററിനെ എമർജൻസി സ്റ്റേറ്റിൽ പ്രസിഡന്റിന് യൂസ് ചെയ്യാനുള്ള US പ്രസിഡന്റിന് യൂസ് ചെയ്യാനുള്ള അതോറിറ്റിയാണ് ഈ പറയുന്ന ഇൻസറക്ഷൻ ആക്ട് ആൻഡ് സെക്ഷൻ 12406 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആർട്ടിക്കിൾ 355 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് ഇന്റേണൽ ഡിസ്റ്റർബൻസോ അഗ്രഷനോ ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. പലപ്പോഴും മണിപ്പൂരിന്റെ കേസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിന് അവരുടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കേസിലായിരിക്കും സെൻട്രൽ അതവിടെ ഇന്റർവെൻഷൻ നടത്തുക. ദെൻ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഇത് വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, സെക്യൂരിറ്റി തുടങ്ങിയ തീമുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ലാസ്റ്റ് ന്യൂസ്, വാട്ട് ആർ ദ ആംബിഗ്വിറ്റീസ് ഇൻ ഇന്ത്യസ് ന്യൂക്ലിയർ ലയബിലിറ്റി ലോ. അതായത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ലയബിലിറ്റി ലോയിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളും എത്രത്തോളം നമ്മൾ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു എഡിറ്റോറിയൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, സപ്ലയർ ലയബിലിറ്റി അണ്ടർ ഇന്ത്യസ് സിവിൽ ലയബിലിറ്റി ന്യൂക്ലിയർ ഡാമേജ് ആക്ട്. US-ന്റെ കേസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ രീതിയിൽ ഇഷ്യൂ വരികയാണെങ്കിൽ അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്, അതിൻ്റെ മൊത്തം ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് സപ്ലയേഴ്സിനാണ്. പക്ഷേ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂക്ലിയർ രീതിയിൽ ഓപ്പറേഷണലൈസ് ചെയ്യുമ്പോൾ വളരെയധികം ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇത് US ഫേംസിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ത്യ ആ ഒരു നോംസ് വളരെയധികം ഈസി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സപ്ലൈസിന്റെ മേലേക്ക് എല്ലാ കുറ്റവും നമ്മൾ ഇടുമ്പോൾ അവർക്ക് പിന്നീട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവിടെ കാണാൻ സാധിക്കും. സോ ഇൻവെസ്റ്റ്മെന്റ് കുറേ അധികം കൂട്ടാനായിട്ട് ഇന്ത്യ ആ ഒരു നോംസ്, അതായത് സപ്ലൈസിന്റെ മേലുള്ള ഇത്രയും ആ ഒരു ടെൻഷൻസ് ഇന്ത്യ എടുത്തു മാറ്റിയിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻസ് ഫോർ പോളിസി ആൻഡ് ഫെഡറലിസം, അതായത് വിക്ടിംസിന്റെ റൈറ്റ്സ് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതേ കണക്ക് തന്നെ സപ്ലൈസിന്റെ റെസ്പോൺസിബിലിറ്റി, വിക്ടിംസ് റൈറ്റ്സും അതേ കണക്ക് തന്നെ സപ്ലൈസിന്റെ റെസ്പോൺസിബിലിറ്റിയും ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. സോ നമ്മുടെ ക്ലീൻ എനർജി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വിടാണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് 2010 ഇത് പാസ്സായിട്ടുള്ളത്. ഓപ്പറേറ്റർ ഹാസ് നോ ഫോൾട്ട് ലയബിലിറ്റി അപ് ടു 1500 crore. അതേ കണക്ക് തന്നെ സെക്ഷൻ 17 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റർ ക്യാൻ ക്ലെയിം ഫ്രം സപ്ലയർ ഇഫ് ഫോൾട്ട് പ്രൂവൺ. ദെൻ ഗവൺമെന്റ് പേസ് എബോവ് ഓപ്പറേറ്റേഴ്സ് ക്യാപ് അപ് ടു 300 million SDR. ഓക്കെ, സോ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം സപ്ലൈസിന് എടുക്കേണ്ട ടെൻഷൻ അവിടെ ലിമിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ കൺവെൻഷണൽ സപ്ലിമെന്ററി കോമ്പൻസേഷൻ CSC, ന്യൂക്ലിയർ ആക്സിഡന്റ് ലയബിലിറ്റി വരുമ്പോഴുള്ള ഗ്ലോബൽ റൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് CSCയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ഇവിടെ ഓപ്പറേറ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഫേസ് ചെയ്യേണ്ടി വരിക. സപ്ലൈൻ്റെ ലയബിലിറ്റി ഇവിടെ വളരെയധികം ലിമിറ്റഡ് ആണ്. അതേണക്ക് ഇന്ത്യയുടെ ലോ എന്ന് പറയുന്നത് വളരെയധികം ബ്രോഡർ ആണ്. കാരണം സപ്ലൈയുടെ ലയബിലിറ്റി നമുക്ക് അവിടെ കുറച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് ഇന്ത്യയുടെ ലോ കൂടുതലും മുന്നോട്ട് പോയിട്ടുള്ളത്. സോ ഇന്ത്യയുടെ മേജർ ന്യൂക്ലിയർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജയ്താപൂർ, കൊവാഡ, അതേണക്ക് തന്നെ കൂടംകുളം, ഇത് മൂന്നുമാണ് ഇന്ത്യയുടെ മേജർ ന്യൂക്ലിയർ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇന്ത്യയുടെ തന്നെ എല്ലാ ന്യൂക്ലിയർ പ്ലാന്റ്സും ഈ പറഞ്ഞ ന്യൂക്ലിയർ ലയബിലിറ്റി ലോയിൽ അണ്ടറിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇന്ത്യൻ ആയാലും അതേണക്ക് തന്നെ ഫോറിൻ സപ്ലൈസിനെ ആയാലും ഒക്കെ നമ്മളവിടെ കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. GS2-ലും GS3-ലും ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ്. കാരണം സപ്ലയർ ലയബിലിറ്റി ആൻഡ് പോളിസി ബോട്ടിൽനെക്ക് ഇൻ ഓപ്പറേഷണലൈസിംഗ് ന്യൂക്ലിയർ പവർ പ്രോജക്ട് ഇൻ ഇന്ത്യ, India's international obligations under CSC and its diplomatic negotiation with the supplier countries, role of nuclear energy and India's energy mix and related policy challenges തുടങ്ങിയ തീമുകളിലേക്ക് ഈ ഒരു ന്യൂസ് വളരെയധികം റെലവെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എല്ലാ എഡിറ്റോറിയലും കവർ ചെയ്തിട്ടുണ്ട്. അതേ തന്നെ GS1, GS2, GS3 തുടങ്ങിയ പേപ്പറുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.